നമസ്തേ. 11/6/2025 ബുധനാഴ്ചത്തെ നക്ഷത്രഫലമാണ് നമ്മൾ നോക്കുന്നത്. 11/6/2025 ഈ ബുധനാഴ്ച ഇടവം, ചിങ്ങം, കന്നി കൂറുകാർക്ക് ശുഭവും, മിഥുനം, തുലാം, മകരം, മീനം കൂറുകാർക്ക് മധ്യമവും ഗുണദോഷ സമ്മിശ്രവും, ധനു, കുംഭം കൂറുകാർക്ക് ദോഷവും, കർക്കിടകം, വൃശ്ചിക കൂറുകാർക്ക് കഠിന ദോഷവും ആണ്. എൻ്റെ നക്ഷത്രഫലങ്ങൾ തുടർച്ചയായി ലഭിക്കണമെന്നുള്ളവർ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമഃശിവായ എന്നോ നാരായണ എന്നോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക. എങ്കിലാണ് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് അടുത്ത ദിവസം കയറി വരികയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും എൻ്റെ യൂട്യൂബ് ചാനലെടുത്ത് നോക്കേണ്ടതായിട്ട് വരും. പിന്നെ രാവിലെ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നത് യൂട്യൂബിലാണ്. അതുകൊണ്ട് നിങ്ങൾ യൂട്യൂബ് കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. യൂട്യൂബ് ഇത് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓടക്കാലി ജ്യോതിഷം എന്ന് സെർച്ച് ചെയ്യുകയോ അതല്ലെങ്കിൽ എൻ്റെ ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ യൂട്യൂബിൽ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസും ഉണ്ടായിരിക്കും. ഇനി നമുക്ക് ഓരോ നാളുകാരുടെയും വിശദമായിട്ട് നോക്കാം. മേടം രാശി: അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. മേടം രാശിക്ക് മേടൻ രാശിക്കും കൂടെ കഠിന ദോഷമുള്ള സമയമാണ് കേട്ടോ. മേടൻ രാശിക്ക് ഇത് പറഞ്ഞില്ല എന്ന് തോന്നുന്നു ആദ്യം അല്ലേ? ശരി, മേടൻ രാശിക്ക് കഠിന ദോഷമുള്ള സമയമാണ്. അപ്പോൾ ഈ മേടൻ രാശിക്ക് ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും കാണും. അതേപോലെ അലസത ഉണ്ടാവും. ആരോഗ്യപരമായി അത്ര മേന്മയുള്ള ദിവസമായിരിക്കില്ല. ഉഷ്ണരോഗങ്ങൾ, നേത്രരോഗങ്ങളൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. അതേപോലെ പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നതോടൊപ്പം മനസ്സും ബുദ്ധിയും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയർ അനുകൂലമായിരിക്കില്ല. ഒരഭിപ്രായ സ്ഥിരതയോടെ ഒരു കാര്യങ്ങൾ ചെയ്യാനും ഈ ദിവസം മേടക്കൂറുകാർക്ക് കഴിയില്ല. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥത എന്നിവയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം ഈ ദിവസം. സഹോദര സ്ഥാനീയരൊന്നും മേടൻ രാശിക്കാർക്ക് അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. എടുത്തുചാട്ടത്തെ പരമാവധി ഒഴിവാക്കണം. വാക്കുകൾ ദോഷം ചെയ്യും. വാക്കുകൾ മൂലം ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് വാക്കുകൾ വളരെ അധികം ശ്രദ്ധിക്കണം. പറയുന്ന കാര്യങ്ങൾ വേണ്ട രീതിയിൽ മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു ദിവസമായിരിക്കില്ല എന്ന് ഈ മേടക്കൂറുകാർ പറയുന്നത്. അതുകൊണ്ട് പരമാവധി വാക്കുകളൊക്കെ വളരെ കുറയ്ക്കുകയോ അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കുകയോ ചെയ്യാം. അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകുന്ന സമയമാണ്. അശ്രദ്ധമായ കാര്യങ്ങൾ, ഓർമ്മക്കുറവൊക്കെ, അശ്രദ്ധയോടുകൂടി ഉണ്ടാകുന്ന ഓർമ്മക്കുറവൊക്കെ ചില ധനനഷ്ടങ്ങളെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ ധനനഷ്ടമൊക്കെ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖല അത്ര മേന്മയുള്ളതൊന്നുമല്ല. ചിലപ്പോൾ ചില വാഹന നേട്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഉണ്ട്. തൊഴിൽ രംഗത്ത് കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും തൊഴിലാളികളുമായിട്ടുമൊക്കെ
കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന മേടക്കൂറുകാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും. ഇനി ഇടവം രാശി. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം. ഇടവം രാശി. ഇടവം രാശിക്ക് ശുഭകരമായ ഒരു ദിവസമാണ്. പൊതുവെ ദൈവാധീനമൊക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ്. ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിലും അലസത ബാധിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ഇടവം രാശിക്കാർ ശ്രദ്ധിക്കണം. എന്തിലും ഒരു സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇത്. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ മേന്മയുണ്ടാകും. രോഗമുള്ളവർക്ക് അതിൽ നിന്നൊക്കെ ഒരു ശമനം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ അലർജി സംബന്ധമായ അസുഖമുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായോ ധനപരമായോ ഉള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ സഹോദരരുമായിട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ മുൻകോപത്തെ ഒന്ന് നിയന്ത്രിക്കുന്നതും ഈ ദിവസം ഇടവൻ രാശിക്കാർക്ക് നല്ലതായിരിക്കും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പൊതുവെ അനുകൂലമാണ്. വിദ്യാർത്ഥികൾക്കുമൊക്കെ അനുകൂലമാണ്. ധനപരമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ദിവസമാണ്. കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവുമൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയും മക്കളും ഒക്കെ അനുകൂലമായിരിക്കും. തൊഴിൽപരമായും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. മറ്റുള്ളവരുടെയൊക്കെ സഹകരണങ്ങൾ തൊഴിൽ സ്ഥാപനത്തിൽ ലഭിക്കും. എന്നാൽ മേലുദ്യോഗസ്ഥർ അത്ര അനുകൂലം ആയിരിക്കില്ല. ഇടവൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ശുഭകരമൊക്കെ ആണെങ്കിലും നല്ല ദിവസമൊക്കെ ആയിരിക്കുമെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ അനുചിതമായ കൂട്ടുകളെ സൃഷ്ടിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. കുറേ കാലത്തേക്ക് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് മിഥുനം രാശി. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മിഥുനം രാശി. മിഥുനം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ ഒരു ആത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും ഉണ്ടാവും. അലസത ഉണ്ടാവും. ആരോഗ്യകാര്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല. ഒരു പ്രതിരോധ ശക്തി കുറവ് എല്ലാ കാര്യത്തിലും പൊതുവെ അനുഭവപ്പെടും. നേത്ര രോഗങ്ങളുള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമായിരിക്കും. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന ഒരു ദിവസമാണ്. കടബാധ്യതയൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാം. എങ്കിലും ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും ധനം വന്നാൽ ആ വരുന്നത് അപ്പോൾ തന്നെ കടബാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അത് മറ്റൊരു കാര്യത്തിന് മാറ്റിവെച്ചാൽ ആ കാര്യവും നടക്കില്ല, ഈ കടം തീർക്കലും നടക്കില്ല എന്നൊരു സ്ഥിതി ഈ ദിവസം ഉണ്ടാകാൻ മിഥുനം രാശിക്കാർക്ക്, മിഥുനക്കൂറുകാർക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അത്ര അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കണം. സുഹൃത്തുക്കൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സമയമാണ്, ഈ ദിവസമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. വാക്കുകളെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനും ശ്രദ്ധിക്കണം. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം. മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളും ധനപരമായ കാര്യങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നുമൊക്കെ ഉണ്ടാകും. ഇവ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. നന്നായിട്ട് നാമം ജപിക്കുകയൊക്കെ ചെയ്താൽ മിഥുന രാശിക്കാരുടെ ഗുണദോഷ സമ്മിശ്രമായ ദിവസത്തെ കൂടുതൽ ഗുണകരമാക്കാനായിട്ട് കഴിയും. കർക്കിടകം രാശി. കഠിന ദോഷമാണ്.
എല്ലാ കാര്യത്തിലും ഒരു തടസ്സങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മനസ്സ്, ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃപിതൃസ്ഥാനീയരെ, ഗുരുസ്ഥാനീയരൊന്നും അനുകൂലമായിരിക്കില്ല. എല്ലാ കാര്യത്തിലും സംശയവും അലസതയും മൂലം കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവും. ഒരു പ്രതിരോധ ശക്തി കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടും. ആരോഗ്യ കാര്യത്തിലും മേന്മയില്ല. അലർജി സംബന്ധമായ അസുഖങ്ങൾ, ആസ്മ, മാനസിക അസ്വസ്ഥത, ഉദര രോഗങ്ങളൊക്കെ ഉള്ള കർക്കിടക രാശിക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ സഹോദര സ്ഥാനീയർ പൊതുവെ അത്ര അനുകൂലമല്ല. എങ്കിലും ചില സഹായമൊക്കെ അവരിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. ഭൂമി സംബന്ധമായൊക്കെ ചില കലഹങ്ങളുണ്ടാകാം. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാം. കടബാധ്യത ഉണ്ടാകാം. വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം കർക്കിടകക്കൂറുകാർ മുന്നോട്ട് പോകാൻ. വാക്കുകൾ മൂലം ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മുറിവ്, ഒടിവ്, ചതവ് ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപകടകരമായ തൊഴിൽ ചെയ്യുന്നവർ വേണ്ട സുരക്ഷിതമായ മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യണം. മുൻകോപത്തെ നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും അനുകൂലമല്ല. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടിട്ട് എന്തെങ്കിലും എടുത്തു ചാടി പ്രവർത്തിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അത് ദോഷകരമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് മാത്രം അനുകൂലമല്ല. ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കുടുംബത്തിൽ പൊതുവേ സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടും. മക്കളും ജീവിത പങ്കാളിയും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. അംഗീകാരങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു ദിവസമായിരിക്കും. കുടുംബ സ്വസ്ഥത കുറയും. തൊഴിൽ രംഗത്തും അത്ര മേന്മയില്ല. സഹപ്രവർത്തകരും മറ്റുള്ളവരുമൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എന്നാൽ മേലുദ്യോഗസ്ഥരുടെ ഒരു ചെറിയ സഹായമൊക്കെ തൊഴിൽരംഗത്ത് കിട്ടും. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ കർക്കിടകക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം. ചിങ്ങം രാശിക്ക് ശുഭകരമായ ഒരു ദിവസമായിരിക്കും. മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്താൽ മനസ്സ് അസ്വസ്ഥമായിരിക്കും. അപ്പം മനസ്സ് ഒന്ന് സ്വസ്ഥമാക്കാനുള്ളൊരു ശ്രമം ഉണ്ടെങ്കിൽ പൊതുവെ ചിങ്ങൻ രാശിക്കാർക്ക് ശുഭകരമായ ദിവസമായിരിക്കും. മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. മാതൃസ്ഥാനീയരുമായിട്ട് ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാം. ഒരഭിപ്രായ സ്ഥിരത കുറവുണ്ടാകാം. അല്ല ആസ്മ, മാനസിക അസ്വസ്ഥതയൊക്കെ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കണം. എങ്കിലും പൊതുവെ ആരോഗ്യകരമായ നേട്ടമായിരിക്കും. എല്ലാ കാര്യത്തിലും ഒരു അലസതയൊന്നുമില്ലാതെ ചെയ്യാനായിട്ട് കഴിയും. തൊഴിൽ രംഗത്തൊക്കെ ഒരു പരിധി വരെ അലസതയൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറച്ച് ബാധിക്കുന്ന ദിവസമാണ്. കടബാധ്യത വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എടുത്തുചാട്ടത്തെ ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. എന്നാൽ വാക്കുകൾ നല്ല രീതിയിലൊക്കെ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് പല പ്രശ്നങ്ങളും അതുമൂലം ഒഴിവാക്കിയെടുക്കാനും കഴിയും. ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങളുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവുമൊക്കെ ഉണ്ടാകും. ജീവിത പങ്കാളിയും മക്കളുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും. എന്നാൽ തൊഴിൽ രംഗത്ത് സഹപ്രവർത്തകരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, മേലുദ്യോഗസ്ഥരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ചിങ്ങൻ രാശിക്കാർ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കന്നിരാശി. ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി ഭാഗം. കന്നിരാശിക്കും പൊതുവെ ശുഭകരമായ ഒരു ദിവസമാണ്. മനസ്സ് ബുദ്ധിയൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ അലസതയില്ലാതെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ദഹന സംബന്ധമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ കഴിക്കുന്നത് വളരെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ ആവശ്യമുള്ളത് കഴിക്കുകയോ ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടാവുക. പൊതുവെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം.
ഈ ലോണൊക്കെ ആവശ്യമില്ലാതെ എടുക്കാനായിട്ടുള്ള ശ്രമമൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാതിരിക്കാനും മുൻകോപത്തെ നിയന്ത്രിക്കാനും ശ്രദ്ധിക്കുക. എങ്കിലും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ട് കന്നി രാശിക്കാർക്കും പല പ്രശ്നങ്ങളിൽ നിന്ന് മോചനമുണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കും. പക്ഷെ ധനപരമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസമാണ്. മക്കളുമായുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം. കുടുംബത്തിൽ ഒരു സ്വസ്ഥത കുറവ് പൊതുവെ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും. എന്നാലും ജീവിത പങ്കാളിയിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ രംഗത്ത് ഒട്ടും അനുകൂലമല്ല. തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തുലാം രാശി. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണ്. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. തുലാം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. മനസ്സ് ബുദ്ധിയൊന്നും അനുകൂലമല്ല. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അലർജി സംബന്ധമായ അസുഖമുള്ളവർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ആരോഗ്യം പല കാര്യങ്ങളിലും അനുകൂലമല്ല. പൊതുവെ ഒരു അശ്രദ്ധ മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവാം. അതുപോലെ പ്രതിരോധ ശക്തി കുറവ് മൂലം ആരോഗ്യം അത്ര മേന്മയില്ല. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയുന്ന സമയമാണ്. ശ്രദ്ധിച്ചാൽ കടബാധ്യതയൊക്കെ കുറച്ചു കൊണ്ടുവരാം. അപകടങ്ങളും ഒക്കെ ചെറിയ തോതിൽ ഉണ്ടാവാനുള്ളൊരു സാധ്യതയുണ്ട്. ചെറിയ രക്തപ്പൊടിച്ചിലുകളൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കരൾ രോഗം അഥവാ ഉദര സംബന്ധമായ കുടൽ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല. അതിൽ അശ്രദ്ധ മൂലം ചില നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. തൊഴിൽ രംഗത്തും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. മക്കളിൽ നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും. പക്ഷെ കുടുംബത്തിൽ പൊതുവേ ഒരു സ്വസ്ഥത കുറവായിരിക്കും. ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല. ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വൃശ്ചികം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള സമയമാണ്. നന്നായി ഈശ്വരാരാധന നടത്തണം. അതേപോലെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തണം. നാമജപമൊക്കെ നടത്തണം. ഒട്ടും അനുകൂലമല്ല. ജാതകം കൂടെ അനുകൂലമല്ലെങ്കിൽ വളരെ പ്രയാസം ഉണ്ടാകുന്നൊരു ദിവസമായിരിക്കും വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം. അതുകൊണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കണം. ആരോഗ്യകരമായ അത്ര മേന്മയല്ല. ആത്മവിശ്വാസക്കുറവുണ്ടാകും. സ്വന്തം ഉള്ള വിശ്വാസം നഷ്ടപ്പെടും. എല്ലാത്തിനോടൊരു സംശയവും അലസതയൊക്കെ ആയിരിക്കും. പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും. അതേപോലെ ആസ്മ, മാനസിക അസ്വസ്ഥത ഒക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം. മാതൃപിതൃസ്ഥാനീയരൊന്നും അനുകൂലമല്ല. അതേപോലെ സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ഭൂമി സംബന്ധമായോ ധനപരമായോ ഒക്കെ വേണ്ടപ്പെട്ടവരുമായി കലഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വരും. മറ്റുള്ളവരുമായി കലഹമൊക്കെ ഉണ്ടാകും. മുൻകോപത്തെ നിയന്ത്രിക്കാൻ പരമാവധി ശ്രമിക്കുക. അതേപോലെ വാഹന സംബന്ധമായ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടിയൊക്കെ ചെയ്യുക. അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ അതിൻ്റെ സുരക്ഷിത മാർഗമൊക്കെ സ്വീകരിക്കുക. അശ്രദ്ധമായി വാഹനമൊക്കെ ഓടിക്കാതിരിക്കാനുമൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല. വാക്കുകൾ വളരെയധികം നിയന്ത്രിക്കണം. ധനപരമായ നഷ്ടമുണ്ടാകാൻ സാധ്യതയുണ്ട്. കുടുംബത്തിലൊരു സ്വസ്ഥത കുറവുണ്ട്. ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല. തൊഴിൽ രംഗത്തും അത്ര മേന്മയില്ല. പൊതുവെ ലഹരി പദാർത്ഥങ്ങളും പ്രത്യേകിച്ച് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ കൂട്ടുകാരുമൊക്കെ ആയിട്ട് അസമയങ്ങളിൽ യാത്ര ചെയ്യാതിരിക്കാനും പ്രത്യേകം വൃശ്ചികക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ധനു. മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗം. ധനുരാശിക്കും ദോഷകരമായ ഒരു ദിവസം തന്നെയാണ്. കഠിന ദോഷമൊന്നുമല്ല. ഒന്ന് ശ്രമിച്ച ഈശ്വരാധീനമൊക്കെ ഉണ്ടാവും. എങ്കിലും ദോഷകരമായ ദിവസമായിരിക്കും. മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല. അതേപോലെ ആരോഗ്യകാര്യങ്ങൾ അത്ര അനുകൂലമല്ല. എല്ലാ കാര്യത്തിലും ഒരു അലസതയൊക്കെ ഉണ്ടാവും. അതേപോലെ ഉഷ്ണരോഗങ്ങൾ ഒക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ മാനസിക അസ്വസ്ഥതയുള്ളവരും ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ അനുകൂലമല്ല. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും. കടബാധ്യത വർദ്ധിക്കും. മറ്റുള്ളവരുമായി കലഹമുണ്ടാകും.
മുൻകോപത്തെയും വാക്കുകളെയും വളരെയധികം നിയന്ത്രിക്കണം. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല. ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഉണ്ടാക്കാൻ കഴിയും. കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. മക്കളും ജീവിത പങ്കാളിയുമൊക്കെ അനുകൂലമായിരിക്കും. തൊഴിൽ രംഗത്ത് ചില അശ്രദ്ധ മൂലമുള്ള കലഹങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ മേലുദ്യോഗസ്ഥരും അത്ര അനുകൂലമായിരിക്കില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് തൊഴിൽ രംഗത്തെയും സമീപിച്ചാൽ പൊതുവെ നേട്ടങ്ങളുണ്ടാക്കാം. മകരക്കൂറ്: ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറ്. മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യം അത്ര അനുകൂലമല്ലെങ്കിലും മനസ്സും ബുദ്ധിയുമൊക്കെ അനുകൂലമായിരിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. ഒരു അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. സഹോദര സ്ഥാനീയർ അത്ര അനുകൂലമല്ല. ഭൂമി സംബന്ധമായോ മറ്റോ ചില നഷ്ടങ്ങൾ വരാം. ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകാം. കടബാധ്യത വർദ്ധിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റുള്ളവരുമായി ചില കലഹങ്ങളൊക്കെ ഉണ്ടാകാം. എങ്കിലും വാക്കുകൾ വളരെ നല്ല രീതിയിലായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അതിൻ്റെ മേന്മയുണ്ടാകും. ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും. ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. അതോടൊപ്പം ചില നഷ്ടങ്ങളും ധനപരമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗത്തൊക്കെ മേന്മയുള്ള സമയമാണ്. മക്കളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. തൊഴിൽ മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാകും. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്പം ദൈവാധീനമൊക്കെ കുറയുന്ന ഒരു സമയമായതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുംഭം രാശി: ദോഷകരമായ ഒരു ദിവസമാണ്. എങ്കിലും മനസ്സും ബുദ്ധിയുമൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കും. മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും. അഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. പക്ഷേ അലസത ഉണ്ടാവും. ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും. അതേപോലെ ആരോഗ്യകാര്യത്തിലും അത്ര മേന്മയുള്ള സമയം ആയിരിക്കില്ല. അതേപോലെ കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട്. മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാക്കുകളെ വളരെയധികം നിയന്ത്രിക്കണം. വാക്കുകൾ മൂലം ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങൾ, നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാവും. അപ്പോൾ വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാവും കുംഭം രാശിക്കാർ. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അത്ര അനുകൂലമല്ല കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം. അശ്രദ്ധ പല കാര്യങ്ങളിലും നഷ്ടമുണ്ടാക്കാതെ ശ്രദ്ധിക്കണം. ധനപരമായ നേട്ടങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഉണ്ടാകുന്ന സമയമാണ്. മക്കളും ജീവിത പങ്കാളിയും ഒക്കെ അനുകൂലമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും. തൊഴിൽ രംഗത്ത് ചില അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടാം. ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. പുതിയ സുഹൃബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധയും കരുതലും ആവശ്യമുള്ള സമയം കൂടെ ആണ്. ഇനി മീനം രാശി: പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്തരട്ടാതി രേവതി. മീനം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ്. ആരോഗ്യകാര്യത്തിൽ അത്ര കുഴപ്പമില്ലെങ്കിലും മനസ്സും ബുദ്ധിയൊന്നും വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല. അതേപോലെ ഈ ശരീരത്തിൽ നീരൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ്. വാദസംബന്ധമായ അസുഖമുള്ളവർക്ക് അത്ര അനുകൂലമായ സമയമല്ല. ജലദോഷം, ആസ്മ, അതേപോലെ മാനസിക അസ്വസ്ഥത, അലർജി സംബന്ധമായ രോഗങ്ങളൊക്കെ ഉള്ളവരെ ശ്രദ്ധിക്കുക. സഹോദര സ്ഥാനീയർ പൊതുവെ അനുകൂലമാണ്. ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയുന്ന സമയമാണ്. എന്നാൽ വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ടും സുഹൃത്തുക്കളും ബന്ധുക്കളൊക്കെ ഒരു പരിധിവരെ അനുകൂലമായിരിക്കും. ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും. പക്ഷേ മക്കളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, കലഹങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. തൊഴിൽ രംഗവും അത്ര മേന്മയുള്ളതൊന്നും അല്ല. ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കാതിരിക്കാൻ മീനരാശിക്കാർ ശ്രദ്ധിക്കുക. അതേപോലെ പുതിയ സുഹൃത്ത് ബന്ധങ്ങളെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക. ഇത്രയൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം ശ്രദ്ധിച്ചാൽ വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും മീനം രാശിക്കാർക്കുണ്ടാകുക. ഇത് എല്ലാവരുടെയും ഒരു പൊതുഫലമാണ്. ആരുടെയും ജാതകഫലമല്ല എന്നറിഞ്ഞ് വേണം ഇതിനെ സമീപിക്കാൻ. ഇത് ചന്ദ്രാധിഷ്ഠിത രാശിഫലമാണ്. എങ്കിലും ഇതിനെ നിങ്ങൾ ഫോളോ ചെയ്യുകയും
ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ ഒരു പരിധി വരെ ആ ദിവസം നിങ്ങൾക്ക് വലിയ ദോഷങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതേപോലെ ദോഷങ്ങൾ പറഞ്ഞിട്ടുള്ളവർ ഈശ്വരാരാധന നടത്തി ദൈവാധീനമൊക്കെ ഉണ്ടാക്കിയാൽ വളരെ അനുകൂലമായ ദിവസമാക്കി മാറ്റിയെടുക്കാനും കഴിയും. അതാണ് ഈ നക്ഷത്ര ഫലത്തിലൂടെ ഞാൻ ഈ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ. അമ്മേ.